ഒറ്റപ്പെടുമ്പോഴാണ് കൂടുതലും സൂചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. സൂചേട്ടനെ വിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന എവിടെ കോടികൾ എനിക്കറിയത്തില്ല. ഇപ്പൊ മുന്നോട്ടുള്ള ജീവിതം ശരിക്കും ഇനിയും എങ്ങനെ കൊണ്ടുപോകാനാണ്? ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ വില്ലൻ പൈസ തന്നെയാണ്. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. അമ്മ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്തല്ലേ വരും. എൻ്റെ മക്കൾ പറഞ്ഞ ചില സമയം അൺഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നും വാട്സാപ്പ്. ആരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാതിരിക്കാൻ തോന്നും. ഒട്ടിക്കരയുന്ന നിമിഷമുണ്ട്. കാരണം മനുഷ്യനല്ലേ, എന്ത് കേൾക്കണം. ശരിക്കും എങ്ങനെ ഇത്രയും പിന്നെ ഈ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുന്നത്? ശരിക്കും എന്നെ സംബന്ധിച്ച് എത്ര നാൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങ് പറയുകയാണ്. ഇപ്പം എൻ്റെ മക്കൾ തന്നെ പറഞ്ഞു, കിച്ചുവിനോട് ചോദിച്ചു, കിച്ചുവിന് അമ്മയ്ക്ക് ഇഷ്ടമാണ്, അമ്മ കല്യാണം കഴിച്ചോട്ടെ. ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് സൂചേട്ടനെ. കാരണം പലപ്പോഴും എന്നാ പറയുക, ഒറ്റപ്പെടുമ്പോഴാണ് കൂടുതലും സൂചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മിസ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ സന്തോഷമാണ് എന്നെ ആഗ്രഹിക്കുന്നത്, അതെനിക്കറിയാം. ഈ ശരിക്കും സൂചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങൾക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, കൊസു ടി വി. അതിപ്പം ഇല്ല. കാരണം അത് 4 വെബ് സീരീസോളം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തായിരുന്നു. നല്ല പൈസ മുടക്കി തന്നെ ചെയ്തതാണ്. അപ്പം അതിൽ 4 എണ്ണത്തിനകത്ത് ഞാൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചത് വൈഫായിട്ട് തന്നെ. നല്ല രീതിയിൽ പോയതാണ്. പിന്നെ അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നങ്ങനെ ഇല്ലാണ്ടായി. ഈ പൈസ ഒരു വലിയ പ്രശ്നമാണല്ലോ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ വില്ലൻ പൈസ തന്നെയാണ്. ഈ എല്ലാ കാലത്തും ഈ പറഞ്ഞ ഞാൻ കേട്ട വെച്ച് നോക്കുമ്പോഴും എല്ലാ കാലത്തും പൈസ ഒരു വിഷയം. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിട്ടുണ്ടോ? ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ, ചെറുതായിട്ടാവുന്നതേ ഉള്ളൂ. ആയിട്ടൊന്നുമില്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ചെറിയ ചെറിയ വർക്ക്, ആൽബം, വെബ് സീരീസ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ അറിയാലോ അതിനൊക്കെ എത്രയായിരിക്കും മേടിക്കുന്നത് സാധാരണ. സോ അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇത് തന്നെയാണോ മുമ്പോട്ട് പോകാനുള്ള കാരണം? ഇപ്പൊ ജോലിയേക്കാൾ കൂടുതൽ എനിക്ക് ജോലി ആയിട്ടില്ലല്ലോ. സർക്കാർ ജോലി പറഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അത് എംപ്ലോയ്മെന്റ് വഴിയാണ് ചെയ്യണത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല അതിനെപ്പറ്റി. അപ്പം കിട്ടണത് ഞാൻ അങ്ങോട്ട് കയറി എന്നെ അഭിനയിപ്പിക്കോ, എനിക്ക് ഒരു വാസം അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇങ്ങോട്ട് എന്ത് വരുന്നോ അത് നമ്മൾ ചെയ്യും. നമുക്ക് ഇണങ്ങുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. അഭിനയം. എത്ര ആൽബം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ല, വന്നതെല്ലാം ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ അഭിനയത്തിനെ വിമർശിക്കുന്നവരുണ്ടല്ലോ, അത് ആ രീതിയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കമന്റുകൾ അതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. മോൻ തന്നെ പറഞ്ഞല്ലോ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ലൈവിൽ പോകുന്ന കണ്ട്. അമ്മ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടെ പഠിക്കണം എന്ന് പറഞ്ഞു. പുതിയ വെബ് സീരീസ് കൊള്ളായിരുന്നു. കുണുങ്ങി അത് കൊള്ളായിരുന്നു, ആൽബം കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് സംബന്ധിച്ച് ആ ഒരു ആൽബം ഷൂട്ടിന് ഒരു 7-8ഓളം മീഡിയാസ് ഉണ്ടായിരുന്നു. അത് അവരുടെ പ്രൊമോഷനാണ്. നമുക്ക് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അവർ പറഞ്ഞിട്ട് വന്നതാണ്. അതാണ് ഇത്രയും വലിയ നല്ല രീതിയിൽ അതുകൊണ്ട് എന്തായാലും 8 ദിവസം കൊണ്ട് 1 മില്യൺ കഴിഞ്ഞില്ലേ. അത് ഭയങ്കര വിജയം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണക്കാരിയാണ്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് അത് വളരെ വലിയ വിജയം തന്നെയാണ്. വലിയ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നു. 8 ദിവസം കയറുന്നതേ ഉള്ളൂ, 1 മില്യൺ കഴിഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത് നിസ്സാരമൊന്നും അല്ലല്ലോ. അപ്പം അന്നപ്പം മീഡിയാസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു ക്യാമറയിലാണ്, നമ്മുടെ ക്യാമറമാനുണ്ട്. പക്ഷെ പല ആംഗിളിൽ നിന്നും അവരെടുത്ത് തെറ്റാന്നല്ലോ, ഞാനങ്ങനെ തെറ്റൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പം അവരെടുക്കുമ്പോൾ ടേക്ക് അല്ല, ചെമ്മ ഇങ്ങനെ അവനെ ഇങ്ങനൊരു ഇതാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അവനെ പ്രതീക്ഷനെ ഇങ്ങനെ പിടിച്ചിട്ട്, നായകനെ ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. പക്ഷെ അത് ടേക്കിൽ വരുമ്പോൾ അത്രയില്ല. ഇത് ടേക്ക് അല്ലല്ലോ എടുക്കണം, അവരെടുക്കുന്ന വേറെ ഇത്. അപ്പം അത് പുറത്ത് വിട്ടപ്പോൾ തന്നെ വേറെ പാട്ട്, ഇവക്ക് ഇതേ ഉള്ള പരിപാടി, ഇവളെന്നാ കാണിക്കുന്നത്, അവളങ്ങനെയാണ് ഇങ്ങനെയാണ്, അവളുടെ മോന്ത കണ്ടാച്ചാൽ മതി, അവൾ എന്നെ അഭിനയിക്കുന്നത് പിടികിട്ടും. പക്ഷെ ആൽബം ഇറങ്ങിയപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു, അയ്യോ അത് റീല് സത്യം. ശൈല ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ചേച്ചി എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു, ആൽബത്തിന് മുന്നേ കണ്ടപ്പോൾ എൻ്റെ രേണുവും ഞങ്ങൾ എന്തുവാ ഇത് ഒന്നു, പക്ഷെ ആൽബം കണ്ടപ്പോൾ ഇതാണ്, ഇത്രേ ഉള്ളായിരുന്നോ, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് 2 വ്യത്യാസം. പിന്നെ അന്ന് പറഞ്ഞ് ഞാൻ അഭിനയത്തിൽ സിംഹമോ പുലിയോ ഒന്നുമല്ല. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഒരുപാട് പഠിക്കാൻ കിടക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശരിക്കും പറഞ്ഞപ്പോൾ ആൽബം ഒക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുമല്ലോ. ഈ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ച് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ ശരിക്കും? ആൽബം നന്നായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൂടെയുള്ളൊരു സപ്പോർട്ടാണെങ്കിലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മൈൻഡ് ഒന്നാമത്തെ അവരൊക്കെ സൂചേട്ടനോട് പിന്നെ വർക്ക് ചെയ്യോ, അറിയോ, അങ്ങനത്തെ ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ടോ? സൂചേട്ടനെ അറിയാവുന്നവരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ പുതിയ ആൾക്കാരുടെ കൂടെ ഒക്കെയാണ്. പിന്നെ മിനിഞ്ഞാന്നൊരു ട്രിവാൻഡ്രത്ത് ഒരു ധനലക്ഷ്മി സിൽക്കിൻ്റെ ഒരു പരസ്യം ചെയ്തായിരുന്നു.
പഴയ നമ്മൾ ഓട്ടോഗ്രാഫ് സീരിയലില്ലേ അതുപോലത്തെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്കൂൾ അത് തന്നെ, അത് നാളെ ഇറങ്ങും. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആനന്ദ് എന്ന് പറയുന്ന ഡയറക്ടറാണ് ചെയ്തേക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഇതാണ് അത് ചെയ്തേക്കുന്നത്. പിള്ളേർ സെറ്റായിട്ട് അതിന്റെ ഡ്രസ്സിങ്ങിനാണല്ലോ കുറെ കൂടെ വേറെ രീതിയിൽ കമന്റ് വന്നായി. അമ്മച്ചിക്ക് ശരിക്കും തള്ളച്ചി യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വന്നോട്ടെ. ഇനിയിപ്പോ നാളെ പരസ്യം ഇറങ്ങുവാണ്. അത് അത്യാവശ്യം എനിക്കൊന്നും വിഷയമല്ല. അമ്മച്ചിയാണെന്ന് ഇവര് പറയുന്നു, എനിക്കറിയാം ഞാൻ ആരാണെന്ന് എന്താണെന്ന്. എനിക്കതൊക്കെ ആ വേഷങ്ങൾ ചേരുമെന്ന് എനിക്കറിയാം. അത് ചേരാതെ വരുമ്പോ ഞാൻ ഇടത്തില്ല. കൂടെ പഠിച്ച ആള് ആരോ പറഞ്ഞു പ്രായം ഇത്രയാണ്. എനിക്ക് 32 വയസ്സ്, 33. ഈ ഒരു സെപ്റ്റംബർ ആയാലും 33 വയസ്സ്. അത് ഞാൻ എവിടെയും പറയും, എനിക്ക് ഏജ് എത്രയാണ്. ഞാൻ കുറയ്ക്കുന്നുമില്ല, കൂട്ടുന്നു. ഏട്ടൻ ഞാൻ ജനിച്ച വർഷം ഏട്ടൻ SSLC എഴുതുവാണ്. സോ അറിയാലോ എത്ര വയസ്സ്. SSLC 15. ഈ ശരിക്കും പിന്നീട് ഇപ്പൊ ഉള്ള ഒരു ലൈഫിന്റെ ഒരു ഇതുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന പോലെ ജീവിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി ശരിക്കും ഇപ്പൊ വന്നിട്ടുണ്ട്. ആളുകൾ പറഞ്ഞു സ്ട്രോങ് ആക്കിയോ കുറച്ചുകൂടി ഈ ഒരു കാലം? സ്ട്രോങ് ആക്കിയോ? ഇതിൽ കൂടുതൽ എന്നാ സ്ട്രോങ് ആകാനാ? കാരണം വേറെ സാധാരണ എത്രയോ പേര് എന്നോട് പറഞ്ഞു, രേണു നിന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ പണ്ടേക്ക് വേണ്ട തൂങ്ങിച്ചത്തേനെ. കാരണം പിടിച്ചിക്കാൻ പറ്റില്ല ഒരാൾക്ക്. കാരണം ഒറ്റയ്ക്കാണ്. എനിക്ക് എപ്പം പറയാനുള്ള നിമിഷ ബൈജു എൻ്റെ ഫ്രണ്ടാണ്. അവള് സൂചേട്ടനുള്ളപ്പോൾ തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ. സൂചേട്ടനുമായിട്ട് ഫ്രണ്ട്സാണ് ഞങ്ങൾ. അവൾ എന്നോട് പറയടി നീ എന്തിനാണ് തളരുന്നത്? ഞാൻ കേൾക്കുന്നില്ലേ. അവൾക്ക് പക്ഷെ കൈത്താങ്ങളുടെ ഏട്ടനുണ്ട് അവൾക്ക്, എനിക്ക് അതുപോലും ഇല്ല. അപ്പോൾ അവൾ പറയും നിൻ്റെ കൂടെ ഏട്ടനുണ്ടടി, സൂചേട്ടനുണ്ട്, നീ ധൈര്യമായിട്ട് പോ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. അവൾ എപ്പോഴും ധൈര്യം തരാറുണ്ട് എനിക്ക്. അവളെയും കുറ്റപ്പെടുത്തുന്നില്ല ആൾക്കാർ. എനിക്ക് ആ കുട്ടീനെ അറിയില്ലേ, നിമിഷനെ അറിയില്ലേ, അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ സിനിമയിലൊക്കെ ഉണ്ട് ആള്. എനിക്ക് അവളെ പേഴ്സണലി അറിയാം. നല്ല കൂട്ടാണ് ഞങ്ങൾ തമ്മിൽ. അവൾക്ക് കാണാൻ വരാൻ എനിക്ക് സമയമില്ല, അവൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ആരും ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട്, കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ്. ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ കോൾ യൂസ് ചെയ്യുന്ന അധികം കോൾ ഞാൻ ആരും വിളിക്കാറില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ആരും വിളിച്ച് കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സംസാരിക്കാനും ഇങ്ങോട്ട് മിണ്ടാനും ഒക്കെ കൂട്ടുകാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി ആരും വിളിക്കാറുമില്ല. ഇപ്പം വാട്സപ്പിൽ നിന്നൊക്കെ ഒരു 10,000 മെസ്സേജ് വന്നു, നീ എന്താ കോൾ എടുക്കാത്ത വിളിക്കാത്ത എന്നൊക്കെ വെച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ച് കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ ആരോ വിളിക്കാതെ മിണ്ടാതിരുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അവരെയൊക്കെ മിണ്ടാൻ തോന്നും, വിളിക്കാൻ തോന്നും. ചില സമയം അൺഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നും വാട്സപ്പ്. ആരുമായിട്ടൊരു കോൺടാക്ട് ഇല്ലാതിരിക്കാൻ തോന്നും. പക്ഷേ എനിക്കിപ്പോൾ ഈ വർക്ക് വരുന്നതുകൊണ്ട് എനിക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റൂല. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ഇന്ന ഫ്രണ്ട്സ് ഒന്നൊന്നുമില്ല. എൻ്റെ മനസ്സിൽ കുറച്ച് പേരുണ്ട് കൂട്ടുകാർ. എടി എനിക്കിങ്ങനെ ഒരു വിഷമം എന്നാ പറയടി. അവരുടെ മുന്നിൽ ചിലപ്പോൾ ഞാൻ പൊട്ടിക്കരയാറുണ്ട്. പക്ഷെ അത് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. പൊട്ടിക്കരയുന്ന നിമിഷമുണ്ട്. കാരണം മനുഷ്യനല്ലേ, എന്ത് കേൾക്കണം. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഇങ്ങനെ പറയാനും പറ്റില്ല. ഞാൻ ധൈര്യത്തോടെ തന്നെ ഇരിക്കുക എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിടി കിട്ടിയത് മനസ്സിലായോ? നമ്മൾ മനുഷ്യരാണ്, തകർന്ന് അതാണ് നമ്മളെ ഒരുപാട് അനുകൂലിച്ച് ഒരുപാട് പേര് ചേച്ചി ഇങ്ങനെ ആവുന്നു, ഞങ്ങളും വിധവയാണ്, ഞാനും വിധവയാണ്, ചേച്ചി എനിക്ക് പറയാനുള്ളതാണ് ചേച്ചി സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്, ഞങ്ങൾക്കൊന്നും പറയാനുള്ള സ്പേസ് ഇല്ല. ഈ കഴിഞ്ഞ ദിവസത്തെ ലൈവ് ആണെങ്കിലും ഈ ലൈവിന് അതിന് രണ്ടഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടായിരുന്നില്ല. കാരണം ഈ കുട്ടി അഹങ്കാരിയായോ? എന്താണ് ഇങ്ങനെ പറയുന്നത്? എന്നെ ഇരുന്നിട്ട് അഹങ്കാരിയാകാനാ? എന്നെ ഇരുന്നിട്ട് എനിക്കറിയത്തില്ല. എനിക്കൊന്നുമില്ല, ഞാൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയെന്ന് വന്ന് ഇപ്പോഴും ഒന്നുമില്ല. എന്തേലും ആയാലും ഞാൻ ഇങ്ങനെ തന്നെ പോകും. അതേസമയം അതുപോലെ വേറൊരു കമന്റ് നേരത്തെ വന്നത്, ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് കുട്ടികളെ അടിച്ചിറക്കും ഇനിയിപ്പോ, കാരണം കുട്ടികളെ അടിച്ചിറക്കും, അങ്ങനത്തെ കമന്റുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ശരിക്കും എങ്ങനെ ഇത്രയും പിന്നെ ഈ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുന്നത്? ശരിക്കും ശ്രമിക്കണമല്ലോ, അല്ലെങ്കിൽ ശ്രമിക്കാതിരിക്കാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ തീർന്നാൽ നമുക്ക് ചുറ്റും നമ്മളെ ആശ്രയിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരും തീർന്നു. നമ്മളായിട്ട് എന്തിനാണ്? നമുക്ക് കിട്ടിയ വിധി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അത് അനുഭവിച്ചല്ലേ തീർക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, നാളെ ഇനി എന്തായി തീരുമെന്ന് അറിയില്ല. നാളെ ചിലപ്പോൾ മക്കളെല്ലാം 2 ആമക്കളാണ്. അവരെ ഇപ്പം ഞാൻ ഇതിലൂടെ ഞാനങ്ങ് പറയുകയാണ്, മക്കൾ ആമക്കളാണ്. ഇത്രയും നാളത്തെ തീരുമാനം ഓരോ മാനസിക അവസ്ഥകളിലാണ് വരുന്നത് ഇല്ലേ? ഒരു പെണ്ണോ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പല മാനസികാവസ്ഥയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ നാളെ മക്കൾ ഒരു അമ്മയ്ക്ക് കൂട്ട് വേണമെന്ന് അവരും ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്, എനിക്കതിനൊന്നും എതിർപ്പില്ല. ഇന്നല്ല നാളെ. ഇപ്പം പറയും അവൾ പറഞ്ഞത് കെട്ടുന്നില്ലല്ലോ, കെട്ടായിക ഒന്നുമല്ല ഞാനിവിടെ കൂട്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ മനസ്സിലാക്കുന്ന, അല്ലെ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ, എന്നെക്കാളും എൻ്റെ മക്കളെ അംഗീകരിക്കുന്ന ആരാണേലും അതാരും ആയിക്കോട്ടെ, ഇന്നല്ല
എന്നെങ്കിലും ഭാവിയിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എത്ര നാൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങ് പറയുകയാണ്. ഇപ്പം എൻ്റെ മക്കൾ തന്നെ പറഞ്ഞു, കിച്ചുവിനോട് ചോദിച്ചു, കിച്ചുവിന് അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മ കല്യാണം കഴിച്ചോട്ടെ. കല്യാണവും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു കൂട്ട് വേണമെന്ന് മക്കൾ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് നമ്മൾ ചെയ്യും. മനസ്സിലായി? ഒറ്റയ്ക്കുള്ള ലൈഫ് ഇപ്പം എന്താ പറയുക, എത്ര നാൾ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച്. അന്നൊക്കെ നല്ല മനക്കരുത്തും കാര്യങ്ങളും, ഇന്നും മനക്കരുത്തുണ്ട്, മനക്കരുത്തില്ലാതെ മുന്നോട്ട് പോകത്തില്ല. പക്ഷെ എൻ്റെ മക്കൾ പറയണം, അമ്മ ഞങ്ങൾക്ക് ഇനി ഇപ്പം അമ്മയുടെ കാര്യം നോക്കാൻ പറ്റൂല. അവർക്ക് അവരുടെ ഭാവി, അവരുടെ ഭാര്യയായി മക്കളായി അവർക്ക് അവരുടെ കാര്യം നോക്കണ്ടേ. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, അമ്മ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്തല്ലേ വരും. എൻ്റെ മക്കൾ പറഞ്ഞ എന്നിട്ട് ഇപ്പം കെട്ടാൻ പോകുന്നോ നാളെ കെട്ടാൻ പോകുന്നോ 10 വർഷം കഴിഞ്ഞ് കെട്ടാൻ പോകുന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. അത് കല്യാണം കഴിച്ചാലും എന്ത് തെറ്റാണ്? ഇവരുടെ ആരുടെയും ഭർത്താക്കന്മാരെ ഒന്നും ഞാൻ കെട്ടാൻ പോകുന്നില്ല. ഈ പറയുന്നത് അമ്പടി അവള് കല്യാണം കഴിക്കാൻ അല്ല, ഞാൻ ചെയ്യുന്ന അത്ര 10ഉം 12ഉം കെട്ടി നടക്കുന്നവരില്ലേ ഇവിടെ? ഉണ്ടോ? പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ തൂക്കിക്കൊല്ലുവോ കോടതി? ഞാൻ അടുത്ത വല്ല ഇനിയിപ്പോൾ ലൈഫ് വേറെ തിരഞ്ഞെടുത്താൽ തൂക്കിയൊന്നും കൊല്ലത്തില്ലല്ലോ. ഇദ്ദേഹത്തിന് അറിഞ്ഞാൽ മതി എന്നെ, അല്ല എൻ്റെ മക്കൾക്ക് അറിഞ്ഞാൽ മതി. ഞാൻ കെട്ടാൻ പോകുന്ന നല്ല പറഞ്ഞ, ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യങ്ങളാണ്, മുന്നോട്ട് പോകാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും, സംഭവിക്കാതിരിക്കാം. ഇത് ഞാൻ പറഞ്ഞതല്ല. എൻ്റെ മക്കൾ പറയുന്നത് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അമ്മേനെ ഇനി നോക്കാം ഞങ്ങൾക്ക് വേറെ അമ്മേനെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവർ ദേഷ്യപ്പെടുന്ന കാര്യമല്ല പറഞ്ഞത്. അവർക്ക് മക്കളായി നാളെ സംഭവിക്കാം. എൻ്റെ മക്കൾ അങ്ങനെ പറയത്തില്ല ഒരിക്കലും, അവരെന്നെ നോക്കും. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ മക്കൾ നോക്കണം, രണ്ടുപേരും എന്നെ നോക്കണം, അവരുടെ ഭാര്യനെ മക്കളെ വിട്ട് എന്നെ നോക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇൻഡിപെൻഡന്റ് ആവുക. ശരിക്കും സുചേട്ടൻ ഉണ്ടായിരുന്ന ആ സമയത്ത് രേണു, പക്ഷെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു പോകും. തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? സുചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴുള്ള രേണുവിൽ നിന്ന് ഇപ്പോഴത്തെ രേണു കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കൂടെ ഉണ്ടല്ലോ. ശരിക്കും സാഹചര്യങ്ങളെ കുറച്ചുകൂടെ ബോൾഡ് ആക്കിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സൂചേട്ടനുള്ളപ്പോൾ എനിക്ക് ATM പൈസ എടുക്കാൻ അറിയില്ലായിരുന്നു. കിച്ചു എഴുതുന്ന എടുത്താടാ, സൂചേട്ടൻ എന്ന് എടുത്താ എനിക്കറിയില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നേരെ ചൊവ്വ അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം അതിന്ന് എനിക്കിപ്പം ATM പൈസ എടുക്കാൻ അറിയാം, തന്നെ പോകാൻ അറിയാം. അന്നും തന്നെ പോലെ അങ്ങനെ. അന്ന് അതിന് എവിടെ പോകാനാ അനിയ, തന്നെ എവിടെ പോകാനാ? എങ്ങും പോകുന്ന അവസ്ഥ വന്നിട്ട്, നമുക്കൊരു അവസ്ഥ വരുമ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം എനിക്ക് തന്നെ പോകേണ്ട അവസ്ഥ വരുന്നു. ഇപ്പം കണ്ണൂരാണെങ്കിലും എനിക്ക് ഷൂട്ടിന് പോയല്ലേ പറ്റത്തുള്ളൂ, കാസർഗോഡാണെങ്കിലും പോകണം, ട്രിവാൻഡ്രാണെങ്കിലും പോകണം. ഇവരെയൊക്കെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ അറിയില്ല, മക്കളെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല. ഇപ്പോൾ ഈ അതിനെ പറ്റി വേറൊരു വിമർശനമല്ല, വേറൊരു കാര്യം വരുന്നത്, ഇവർക്ക് സാധാ ഒരു ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ, എന്തിനാണ് ആൽബം അല്ലെങ്കിൽ അങ്ങനെ സുചേട്ടൻ്റെ പേര് കളയുന്ന എന്തിനാന്നുള്ളൊരു വിമർശനം രേണുക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവനവൻ ഇഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യുന്നത്? ഞാൻ പറയും, ഈ പറഞ്ഞവർ ആ ജോലി ചെയ്താൽ ഞാൻ പറയുന്ന ജോലി ചെയ്താൽ പറഞ്ഞ ഇവന്മാർ ചെയ്യുമോ? ഇതെന്തുവാടേ? ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ഇവിടെ ആരും കൈകെട്ടിയൊന്നും വെച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യാന്നല്ലേ ഉള്ളത്. എനിക്കറിയില്ല, കൂടുതൽ അറിയില്ല. അങ്ങനല്ലേ ഇന്ന ജോലി ചെയ്യോളെന്ന് പറഞ്ഞാൽ അതെന്ത് ഇവിടുത്തെ ന്യായമാണ്? എനിക്കിഷ്ടം ഇതാണ്. ആരും എന്നോട് പറഞ്ഞിട്ടില്ല. നീ നിന്റെ ഇഷ്ടം ചെയ്യുക, നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടം നീ അഭിനയിക്കുക. അത്ര മോശമുള്ളത് അപ്പം എന്താ പിന്നെ ഈ സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ചെയ്യണം മോശമാണോ? അല്ലല്ലോ. അവരെയൊക്കെ എന്താ ആരാധിക്കുന്നു നമ്മളൊക്കെ. നമ്മൾ അതൊന്നും ഉള്ള ആളല്ല. ചെറിയ കാര്യങ്ങൾ ചെയ്യണു. അതിനാണ് നീ വീട്ടിൽ ഇരിക്കുക, നീ എന്തിനാണ് ഞാൻ എന്തിനാണ് സൂചിച്ചാൻ്റെ പേര് എങ്ങനെ കളഞ്ഞെന്ന് ഈ പറയുന്നത്? പിന്നെ സൂചിച്ചാൻ്റെ പേര് നീ യൂസ് ചെയ്യരുതെന്ന്, അത് എവിടുത്തെ ന്യായമാണ്? ഞാൻ ഈ പറയുന്ന ആരുടെയും ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും പേരല്ല യൂസ് ചെയ്യുന്നത്. എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എന്നെ താലി കെട്ടി, അല്ലെ എന്നെ മോതിരം കെട്ടി, എല്ലാം പോയിട്ടു ഇട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേരല്ലാതെ ഞാൻ ആരുടെ പേര് യൂസ് ചെയ്യണം? നാളെ ഒരു സമയത്ത് അന്ന് നീ മാറ്റടി പേര്, നാളെ ഒരു സമയത്ത് പേര് മാറ്റേണ്ട സമയമാകുമ്പോൾ ഞാൻ മാറ്റിക്കോളാം. അത് ഇവരാരും പറയണ്ട. മനസ്സിലായി? ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഇപ്പൊ ആരാണ്? നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ്, നാളത്തേക്കിനുള്ള എൻ്റെ കയ്യിലല്ല. ഈ അടുത്ത നിമിഷം ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. സോ അദ്ദേഹത്തിന്റെ വൈഫായിട്ട് എന്ന് വരെ ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഞാൻ രേണുസുതി. അതിനകത്ത് ഇനി ആര് പറഞ്ഞാലും നടക്കുന്ന കേസല്ല. ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ ഫോട്ടോ DP മാറ്റാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെ പറയാം, സൗകര്യമില്ല. എൻ്റെ കെട്ടിയോൻ്റെ DP ആണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്ത് ഇന്നും ഒരു ചേച്ചി സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഇറക്കാറുണ്ട്. ഞാനതൊക്കെ കാണാറുണ്ട്. അവരൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ആ കൊച്ചിൻ്റെ ഭർത്താവിൻ്റെ DP മാറ്റുന്ന പേര് മാറ്റുന്നത്? അതേസമയം ഞാൻ വേറെ കല്യാണം കഴിച്ചെന്ന് വെച്ചു, ഇപ്പം 2 വർഷമായി ഏട്ടൻ മരിച്ചു, ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ ഈ DP മാറ്റി അല്ലെങ്കിൽ രേണു സുധി എന്ന് മാറ്റി രേണു എന്നുള്ള ആ അടുത്ത ഭർത്താവിൻ്റെ പേരിട്ടാൽ ഓക്കെ ശരി ഞാൻ മാറ്റാം.
ഞാൻ വേറെ കല്യാണവും കഴിച്ചിട്ടില്ല, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും. പിന്നെ എന്തിനാണ് ഇവറ്റകൾ കിടന്ന് ഈ ഡി പി മാറ്റി പേര് മാറ്റാൻ? എനിക്കറിയത്തില്ല, അതിനോടൊന്നും ഞാൻ യോജിക്കത്തില്ല, അംഗീകരിക്കത്തുമില്ല ഞാൻ. ഇപ്പോൾ അതിനേക്കാളുപരി ആളുകൾ ഈ ഒരുപാട് മോശം കമൻറ്റുകളൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനകത്ത് നല്ല കമൻറ്റുകൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഭയങ്കര സന്തോഷം തരുന്നതല്ലേ. പക്ഷേ ഈ നല്ല കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റുമ്പോൾ അടുത്ത വരുമല്ലേ, പിന്നെ അവിടെ അങ്ങ് നല്ല കമൻറ്റ് നമ്മുടെ ഉള്ളിൽ എപ്പോഴാണെങ്കിലും നമുക്ക് നല്ല കമൻറ്റ് തന്നെ തരുമല്ലോ. അതിൻ്റെ ഇടയ്ക്കല്ലേ ഈ സാധനം കയറി വരുന്നത്. മറ്റോളെ പൂ ആ ചാ കാ എന്തൊക്കെയാ വിളിക്കുന്നത് എൻ്റെ പൊന്നോ, ഞാൻ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെയാണ് വിളിക്കുന്നത്. പുതിയ കാര്യം അതിനകത്തൂടെ വൃത്തികേട് കയറ്റിയിട്ടാണ് വിളിക്കുന്നത്. മരിച്ചുപോയ സൂചിച്ചാണ്ടേ പോലെ വൃത്തികേട് പറഞ്ഞാൽ വിളിക്കുന്നത്. അതൊക്കെയാണ്. അപ്പം നല്ല കമൻറ്റിന് ഒരുപാട് നന്ദി കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അല്ല, സുചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം മുതലെടുത്ത ഒരു വിഭാഗം ആളുകളുണ്ട്, ഒപ്പം നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ആ രണ്ട് വിഭാഗക്കാരായിട്ട് ഇപ്പോഴും ടച്ചിലുണ്ടോ? ഞാൻ അന്നും സൂചിച്ചാണ്ടുള്ളപ്പോഴും സത്യം പറഞ്ഞ സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് ഈ ഷൂട്ടിന് പോകുമ്പോൾ ഉള്ള ആ ഒരു കോൺടാക്ട്. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയിരുന്നല്ലോ ടമർപ്പട. ഞങ്ങൾ അവിടെ ഇരിക്കും, സൂചിച്ചാണ്ടൻ അവിടെ അഭിനയിക്കും. ചിലപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് ഞാനും കിച്ചു കുഞ്ഞില്ല അന്ന്. ഞങ്ങളൊരു എന്താ പറയുക കളി ചിരിയൊക്കെ ആയിട്ടാണ് അങ്ങനെ പോകുന്നത്. പിള്ളേർ സെറ്റ് പോലെ. സൂചിച്ചാണ്ടൻ്റെ മക്കളാണെന്നാണ് ഞങ്ങൾ രണ്ടും ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിൽ വാവുട്ട ആദ്യമൊന്നല്ല, ആള് മരിക്കുന്നോടെ വരെ വാവുട്ട എന്നേ വിളിച്ചിട്ടുള്ളൂ. വാവുട്ട. ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അമിത ദേഷ്യം വന്നു കഴിഞ്ഞാൽ രേണു എന്ന് വിളിക്കും. രേണു എടീന്ന് ഇന്ന് വരെ വിളിച്ചിട്ടില്ല എന്നെ. വാവുട്ടേന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെ ഒന്ന് എടീന്ന് വിളിക്കും. സ്നേഹിക്കുന്നവർ നമ്മളെ എടീന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് എടീന്ന് വിളിക്കേട്ടാ. ഇല്ല വാവുട്ട, എങ്ങനെയാ നിന്നെ എടീന്ന് വിളിക്കുക? എന്നെ വാവുട്ടേന്ന് വിളി, നീ എൻ്റെ വാവുട്ട കേട്ടോ, അങ്ങനെ പറയുന്ന ആള്. ഈ ശുദ്ധതരം കൊണ്ട് ആണോ ശരിക്കും ഒന്നും ഈ പറഞ്ഞ പോലെ പൈസ ആയിട്ടൊന്നും ആയിരിക്കണം. ആള് ഭയങ്കര ശുദ്ധനാണ്. അപ്പം സ്റ്റാർ മാജിക്കിലൊക്കെ പോകുമ്പോഴും അവർക്ക് അന്നേരം അവരൊക്കെ നല്ല കാണുമ്പോൾ ഉള്ള, അല്ലാതെ ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ അവരെ പറ്റി അങ്ങനെ വിളിക്കാനോ അങ്ങനെയൊന്നും അന്നും ഇല്ലായിരുന്നു, ഇന്നും ഇല്ല. ഞാൻ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെച്ചിട്ടില്ല ആരുമായിട്ട്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കാണുമ്പോഴത്തേന് എല്ലാവരും നല്ല സ്നേഹമാണ്, പണ്ടത്തെ കാര്യമാണ്. പിന്നെയുള്ള ഫ്രണ്ട്ഷിപ്പ് ലക്ഷ്മിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ അനുവൊക്കെ വല്ലപ്പോഴും മെസ്സേജ് അയക്കും. പിന്നെ ടീം വല്ലപ്പോഴും മെസ്സേജ് അയക്കും. നോബിച്ചേട്ടൻ വല്ലപ്പോഴും വിളിക്കും, മെസ്സേജ് അയക്കും. പിന്നെ വേറെ ആരും, ബിനുച്ചേട്ടൻ്റെ വൈഫ്, ബിനുവടിമാലി ചേട്ടൻ്റെ വൈഫ് വല്ലപ്പോഴും മെസ്സേജ് അയക്കും. ശ്രീവിദ്യ മുല്ലശ്ശേരി, പേര് പറയേണ്ട ഇത്രയും പേരൊക്കെ ഉള്ളൂ. അല്ലാതെ ആരും എനിക്ക് എന്നെ മെസ്സേജ് അയക്കാനോ ഒന്നും ആരുടെയും കോണ്ടാക്ട് ഇല്ലായിരിക്കും. സ്റ്റാർ മാജിക് ആയിട്ടുള്ള ആരുടെ ഇങ്ങനെ ഇടയ്ക്ക് റീലിലൊക്കെ വന്നാലും അവരോട് ചെന്ന് ആളുകൾ ഇന്റൻഷൻ ചോദിക്കുന്നത്, രേണുസുധിയുടെ ആൽബം കാണാറുണ്ടോ, ഫോട്ടോഷൂട്ട് കാണാറുണ്ടോ? രേണുസുധിയുടെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, എന്തായാലും ശ്രദ്ധിക്കാറുണ്ട്. ഷിയാസ് കരീമിനോട് ചോദിച്ചത് കേട്ടോ, ഷിയാസ് ബ്രോ അടിപൊളിയായിട്ട് മറുപടി പറഞ്ഞില്ല. രേണു ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു, രേണു ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു ജോലി. അതിപ്പോ ഞാൻ എന്ത് പറയാനാ? ഷിയാസ് അതാണ് പറഞ്ഞത്. ലക്ഷ്മി അത് തന്നെയാണ് പറഞ്ഞത്. അവരവരുടെ ജോലി ചെയ്യുന്നു, അവർക്ക് അഭിനയിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവരത് ചെയ്യുന്നു. അത് ഞാൻ എന്ത് പറയാനാ? അത്രേ ഉള്ളൂ. അവരുടെ നിന്നൊക്കെ കിട്ടിയ മറുപടി ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ജോലിയുടെ കാര്യം അങ്ങനെ തന്നെ ചോദിച്ചത്. ജോലി അത് തന്നെയാണ്. ജോലിയുടെ കാര്യം എന്താണ്? അന്ന് ജോലി സെറ്റാക്കി കൊടുത്തു. ജോലി സെറ്റാക്കി എന്ന് ഞാൻ പറയട്ടെ. എന്താണ് ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ അക്കൗണ്ടൻസ്. എനിക്ക് സത്യമായിട്ടും എനിക്ക് മടിയില്ല. എന്നെ പഠിപ്പിച്ച കണക്ക് ടീച്ചർമാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് കണക്കിൻ്റെ ABCD അറിയത്തില്ല. ഹരിക്കാനും കുണിക്കാൻ ഒന്നും എനിക്കറിയില്ല. അവിടെ ചെന്ന് പേര് ചീത്തേനെന്ന് ആ കമ്പനി എടുത്ത് മറിച്ചേനെ, തീയിട്ടേനെ അവര്, എന്നെയും കൂടെ ഓടിച്ചേനെ അവര്. എന്തിനാ വെറുതെ ആണെന്നോ? അതുകൊണ്ട് എനിക്ക് എൻ്റെ പൊന്നു ചേട്ടാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ ജോലി. അല്ലാതെ ഞാൻ അഹങ്കാരം കാണിച്ചതോ എനിക്ക് ജോലി വേണ്ട, ഞാൻ അഭിനയിക്കാൻ ഒന്നും അല്ല എൻ്റെ സുഹൃത്തുക്കളെ. ഇതാണ് സംഭവം. ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. അല്ല, ഈ ശരിക്കും പറയല്ലേ, ഈ സാഹചര്യം ഒരാളെ ആർട്ടിസ്റ്റ് ആക്കാന്ന് പറയുന്നത് ശരിക്കും സാഹചര്യം അല്ലേ ശരിക്കും രേണുവിനെ പിന്നീട് ആർട്ടിസ്റ്റ് ആയി? അതെ, തീർച്ചയായിട്ടും. ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഒരു ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഞാൻ പണ്ടേ പറയാം, സൂചാട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, സൂചാട്ടൻ എന്നെ കൂടെ ഉണ്ട്. സൂചാട്ടൻ സിമ്പിളായിട്ട് വാവട്ടെ, നിന്നെ വേണ്ട ഇവിടെ പരിചയപ്പെടും, നിനക്ക് ഇഷ്ടമുണ്ടോ, നീ ചെയ്തു എന്ന് പറയും. എനിക്കങ്ങനെ സാഹചര്യം ഒഴുക്കിനനുസരിച്ച് വന്ന ആളാണ് ഞാൻ. ഇനി ഒഴുക്ക് എവിടെ ചെന്ന് നിർത്തുന്നോ അവിടം വരെ പോവും, പിടികിട്ടി. അല്ലാതെ എന്നെ ഇനി സോഷ്യൽ മീഡിയ എടുത്ത് താഴെ എറിഞ്ഞ് എന്നെ മൈൻഡ് ചെയ്തില്ല, രേണുസുധി കരയത്തൊന്നുമില്ല. ഞാൻ അങ്ങനെ കയറി എന്നെ ഹൈപ്പിൽ കയറ്റണേ, ഞാൻ കയറട്ടെ എന്ന് പറഞ്ഞ് വന്ന ആളല്ലല്ലോ രേണുസുധി. അതുകൊണ്ട് എനിക്കതൊന്നും വിഷയമല്ല. അന്നേക്കുള്ള എന്തെങ്കിലും ആഹാരം കഴിച്ച് പോകണം, പിള്ളേർക്കും കൊടുക്കണം,
അത്രയൊക്കെ ഉള്ളൂ ആഗ്രഹം. അല്ലാതെ കുറേ കാശ് സൂചിച്ചേട്ടനെ വിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന എവിടെ കോടികൾ എനിക്കറിയത്തില്ല. ഞാൻ കോടികൾ ഉണ്ടാക്കി വിൽക്കുന്നു, മരണം മുതലാക്കുന്നു. എനിക്ക് എവിടുന്നാണ് മരണം വിറ്റിട്ട് ഈ പറയുന്നവരാണോ എനിക്ക് കൊണ്ട് വിറ്റ കാശ് തരുന്നത്? എവിടെ വിൽക്കുന്നു? എൻ്റെ ബാലൻസ് കണ്ട ചിരിച്ചിടപാട് തീരും. അല്ല, കുറെ പൈസ ഉണ്ടാക്കി. ഉണ്ടാക്കി സ്വർണ്ണങ്ങളെല്ലാം ഞാൻ പൂശി, ഞാൻ സ്വർണ്ണമെല്ലാം ബിസ്ക്കറ്റായിട്ട് ഞാൻ വെച്ചേക്കുമല്ലേ പൈസ ഉണ്ടാക്കി. അല്ല, സ്വർണം ശരിക്കും അങ്ങനെ എവിടെ സ്വർണ്ണം ഉണ്ടായി? ഉള്ള ഒരു ചെറിയ അതെല്ലാം വിറ്റുപോയി. ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേന് പണയം വെച്ചിട്ട് എടുക്കാൻ പറ്റാതായി പോയി. ചേട്ടന് കടം ഉണ്ടായിരുന്നോ ശരിക്കും? കടമുണ്ടായിരുന്നു, ഒരുപാടില്ലായിരുന്നെങ്കിലും കടമുണ്ട്. കാരണം അതൊക്കെയെന്ന് പറഞ്ഞാലും മനഃപൂർവ്വം വരുത്തി വെച്ച കടങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ പറയുക, ലോക്ക്ഡൗൺ ടൈമിൽ കുറേ പേര് ഹെൽപ്പ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രശ്നം വന്നപ്പം അത് കടവായി പരിണമിച്ചു എന്നും തന്നെ പറയാം. പിടികിട്ടിയോ? അത് കടവായിട്ട് തന്നതല്ല, പക്ഷെ അത് നമ്മളാ ഞങ്ങളുടെ മേടിച്ച കടം താടാ എന്നുള്ളത് ഹെൽപ്പിന് വേണ്ടി തന്നതുമാണ്. അത് തന്നെയല്ല, എടുത്തു പറയത്തക്ക ഒരു സാധനമുണ്ട്. കിച്ചു പഠിച്ച നമ്മൾ വാകത്താനത്ത് ഒരു സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ റാമ്പ് സെറ്റ് ചെയ്യണമായിരുന്നു കാല് വയ്യാത്ത പിള്ളേർക്ക് വേണ്ടി. അപ്പോൾ സൂചിച്ചേട്ടനോട് പറഞ്ഞു, സൂചിച്ചേട്ടൻ ഈ ഫാൻസുകാരോട് ചോദിച്ചു. കുറച്ച് പേര്, എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുറച്ച് പേരുടെ കാര്യമാണ് ഞാനിപ്പോൾ, അത് അവർക്കറിയാം. അന്ന് സൂചിച്ചേട്ടൻ ആർട്ടിസ്റ്റാണ്. അപ്പം ഏട്ടൻ അങ്ങനെ കുറച്ച് പൈസയൊക്കെ റാമ്പ് സെറ്റ് ചെയ്യാൻ കൊടുത്തു. അതൊക്കെയാണ് ഈ കടവായിട്ട് പിന്നീട് പറയുന്നതും. കുഞ്ഞിന് അസുഖം വന്നപ്പം കുറച്ച് പേര് സഹായിച്ചു, പപ്പായ്ക്ക് അസുഖം വന്നപ്പോൾ സഹായിച്ചു. കടമില്ലെന്നല്ല, കടമുണ്ട്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ബാങ്ക് ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ മുന്നോട്ടുള്ള ജീവിതം ശരിക്കും ഇനിയും എങ്ങനെ കൊണ്ടുപോകാനാണ്? മുന്നോട്ട് വർക്ക് വരുന്നതനുസരിച്ച്, വർക്ക് വന്നാലും വന്നില്ലേലും നമ്മൾ മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നല്ല മനസ്സുകളുണ്ടല്ലോ, വർക്കൊക്കെ തരാൻ ഇനിയും കഴിവുള്ളവരുണ്ട് മലയാളത്തിൽ അല്ലേ. വലിയ വലിയ ആർട്ടിസ്റ്റ്, ഒരുപാട് പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എനിക്ക് എപ്പോഴും അവരോടൊക്കെ ബഹുമാന സ്നേഹമാണ്. അവർക്കൊക്കെ കരുണ തോന്നി എനിക്ക് വർക്ക് തരുവാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിലും വർക്ക് തന്നില്ലെങ്കിൽ ഹാപ്പിയാണ്, മുന്നോട്ട് പോകും. മോശം പറയാതിരിക്കുക. ആരെടുത്ത് മോശം പറയുന്നവർ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. സോ അവർ പറയുന്നവർ അവർക്ക് രേണുവിനെ അറിയോന്ന് ചോദിച്ചില്ല. ഇല്ല, എന്നെ അറിയാവുന്നവരല്ല അവരാരും. അതാണ് ഈ ശരിക്കും ഇപ്പൊ കിച്ചുവിന് ഇനിയിപ്പോ 2 വർഷത്തെ കോഴ്സ് കൂടെ ഉണ്ട്. അപ്പൊ കിച്ചു ശരിക്കും പറയുന്നത് എന്താ, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എങ്ങനെ? അവന് ജോലി ചെയ്യണം. കുഞ്ഞിനെ ആദ്യം പറയണം, ഞാൻ എന്നും പറയുന്നത്, കിച്ചു നീ ജോലി ചെയ്ത് എന്നെ നോക്കണ്ട. എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ എന്നെ നീ മൈൻഡ് ചെയ്യണം. 2ാം സ്ഥാനം എനിക്ക് നിന്റെ അത് തന്നെ കറക്റ്റ്. അല്ലെങ്കിൽ അവനെ പറയട്ടെ, അല്ലെന്ന്, എടാ നീ നിന്റെ അനിയനെ നോക്കണം, കുഞ്ഞാണ്, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അവൻ പറയാം, അമ്മ അവൻ എല്ലായിടത്തും പറയുന്നത് അങ്ങനെ, എനിക്ക് ജോലി കിട്ടണം, അനിയനെ നോക്കണം, അമ്മയെ നോക്കണം, ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ കാര്യം 2ാം സ്ഥാനത്ത് വെച്ചിട്ട് അവനെ നോക്കുക. അവരാണ് സഹോദരങ്ങൾ അല്ലേ, ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. സോ അവർ ഒരുമിച്ച് മുന്നോട്ട് പോകും. സപ്പോർട്ടാണല്ലോ അവരെല്ലാ കാര്യങ്ങളും തിരക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ വൈഫ് അമ്പിളി എടുത്തി, ഞങ്ങളുടെ എടുത്തിന്ന് വിളിക്കുക, എടുത്തിയാണ് സംസാരിക്കാറുള്ള കാര്യങ്ങളൊക്കെ. അമ്മ നേരത്തെ ഫോൺ വിളിക്കുമായിരുന്നു. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്ന ഓർമ്മക്കുറവാണ്, അല്ലെങ്കിൽ വിളിക്കുമായിരുന്നു. കൊച്ചെ നീ എന്താ ഫോൺ എടുക്കാത്ത? പിന്നെ പെങ്ങളുണ്ട്. കാരണം അവരുടെ കുടുംബത്തിലെ ആളല്ലേ. അവരെ പിന്നീട് ഇപ്പൊ അവരുടെ ജീവിതം ഒരുപാട്, കാരണം ഒരു മകൻ എന്ന് പറയുമ്പോ ഇല്ല, അത്തരത്തില് ശരിക്കും അഫക്ട് ചെയ്തിട്ടുണ്ട് അവരെ ശരിക്കും. കാരണം സൂചേട്ടൻ്റെ ഒരു അനിയൻ മരിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം സൂചേട്ടൻ മരിച്ചപ്പോൾ അവരുടെ അമ്മയ്ക്ക് ഒരുപാട് താങ്ങാൻ പറ്റത്തില്ല. കാരണം ഒരു അമ്മയുടെ 2 മക്കളും പോവാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര അല്ലേ. അത് തന്നെ, അതാണ് പോയിന്റ്. അമ്മ ഉള്ളപ്പോൾ അമ്മയുടെ മക്കൾക്ക് കർമ്മം ചെയ്യാന്ന് അതൊരു ഏതൊരമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. നമുക്ക് ആർക്കും അത് വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാൽ എനിക്കൊക്കെ പറ്റില്ല, തീർന്നു. ഞാനൊക്കെ പിന്നെ അയ്യോ ഓർക്കാൻ പോലും പറ്റില്ല. അപ്പം എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അവരെ. അതാണ്. അപ്പോൾ മോൻ ശരിക്കും എത്ര? അവന് 5 വയസ്സ്. 5 വയസ്സ്. അവന് ഇനി അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. നമുക്ക് അതിനേ പറ്റത്തുള്ളൂ, അതിനുള്ള നിർവാഹമുള്ള എൻ്റെ കയ്യിൽ. എനിക്കിപ്പം ബാഗ് പോലും ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോരുത്തർ തന്നാണ്, ബാഗൊക്കെ പള്ളിയിൽ നിന്നൊക്കെ തന്നാണ്. അല്ലാതെ നമുക്ക് അതിനുള്ള വരുമാനം. ശരിക്കും ഇളയ മോന്റെ കാര്യം കൂടെ ഫ്ലവേഴ്സ് ആണ് നോക്കുന്നത്. എങ്ങനെയാ ശരിക്കും അവന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ? ഇതുവരെ ഗവൺമെന്റ് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. ഇതുവരെ നമ്മളാണ് നോക്കിയത്. ഇനിയിപ്പോൾ എനിക്കറിയില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. മക്കളുടെ 2പേരുടെയും ഫ്ലവേഴ്സ് ഏറ്റെടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷെ കുഞ്ഞിപ്പം കുഞ്ഞല്ലേ, ഇപ്പം മുന്നോട്ട് ഏറ്റെടുക്കുമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. ഞാനാണിപ്പം അവനെ പഠിപ്പിക്കുന്നത്. അവർക്ക് ശരിക്കും എന്തെങ്കിലും സ്വൽക്കുട്ടി വെക്കാൻ തന്നെയല്ലേ രേണു ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ജീവിക്കുന്നത് തന്നെ പറയാൻ? അങ്ങനെ പറയാം, അങ്ങനെ തന്നെ. അതെ.
അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം സുചേട്ടൻ്റെ വീട്ടിലും അത്യാവശ്യം ഫൈനാൻഷ്യൽ ഇതുണ്ടായിരുന്നു. ശരിക്കും എങ്ങനെയാണ്? എനിക്ക് അവർക്ക് ജോലിയുള്ളവരാണ്, അല്ലാതെ ഫൈനാൻഷ്യലായിട്ട് വലിയതായിട്ടുണ്ടോന്നൊന്നും എനിക്ക് അതിന് ഡീറ്റെയിൽ ഒന്നും എനിക്ക് ജോലിയുണ്ട്. ചെറിയ ചെറിയ ജോലിയാണ് ഉണ്ട്. സുചേട്ടനായിരുന്നു അവിടെ വീട്ടിൽ സുചേട്ടൻ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഞാനില്ലല്ലോ. അല്ല, കല്യാണത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അധികം നിന്നിട്ടില്ല, കുറച്ച് നാളെ അവിടെ നിന്നിട്ടില്ല. ഫാമിലിയിലേക്ക് കൊടുത്തോണ്ടിരുന്ന പൈസ ആയിട്ടൊക്കെ കൊടുത്തോണ്ടിരുന്ന സുചേട്ടൻ തന്നെയായിരുന്നു. അപ്പൊ അവർക്ക് ജോലി ഉണ്ടായിരുന്നു, പിന്നെ കുട്ടി അവിടെ അല്ലായിരുന്നു, കിച്ചു അവിടെ അല്ലായിരുന്നു. അത് അങ്ങനെ ആയിരിക്കും, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല കേട്ടോ, അറിയില്ല. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ സുചേട്ടൻ ഇവിടെ ആയിരുന്നു. അവർക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ, ഓൾറെഡി ഉള്ളവരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു എന്താ പറയണ ഒരു മോട്ടിവേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നേരത്തെ നന്ദി, നമസ്കാരം. താങ്ക് യു.